മാസത്തിന് ഹബീബായ റസൂലുള്ളാഹി ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു സ്വബർ എന്നാണ്. ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കാനും സഹിക്കാനും നാം ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ്. ക്ഷമയ്ക്ക് വലിയ സ്ഥാനമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ക്ഷമയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. പരിശുദ്ധമാർന്ന ഖുർആനിൽ കൂടി നാം ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുള്ള വ്യക്തമാകുന്ന ശൈലിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു. ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമിക്കുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്നാണ്. നമുക്ക് വലിയ വിഷയമുണ്ട്. മല പോലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ പരിശുദ്ധമാർന്ന റമദാൻ മാസത്തിൽ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്ന്. അതാണ് ആ പറഞ്ഞ പരിശുദ്ധമാർന്ന ഖുർആന്റെ ആ ആയത്തിൻ്റെ വിവക്ഷ അങ്ങനെയാണ്. പരിശുദ്ധമാർന്ന ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ പല ഭാഗത്തും അതിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. സ്വബറിന്, ക്ഷമയ്ക്ക് വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം ക്ഷമിക്കുന്ന മാസം എന്ന്, ക്ഷമിക്കേണ്ട മാസം എന്ന് മുത്തുനബി പറഞ്ഞു. ക്ഷമിച്ചാലോ ജസാഉഹു അൽ ജന്ന, അതിൻ്റെ പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ മാസത്തിൽ ക്ഷമയോടുകൂടി ഏത് വിഷയം വന്നാലും ക്ഷമയോടുകൂടി നേരിടുകയാണെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ ക്ഷമയോടുകൂടി, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ക്ഷമയുടെ പാഠവും പഠനവും ഉണ്ടാകണമെന്നർത്ഥം. ക്ഷമിക്കണം എന്ന് നമ്മൾ പറയുമ്പം നമുക്ക് വാഗൊണ്ട് പറയാൻ വലിയ അനായാസം നമുക്ക് പറയാൻ കഴിയും. ക്ഷമിക്കണമെന്ന്. ക്ഷമ നമ്മൾ മുറുകെ പിടിക്കല്ല, ചിന്ത വെച്ച് വേണം. ക്ഷമിച്ചവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. ഏതൊരു വിഷയത്തിലും ക്ഷമിക്കുന്നുവോ ക്ഷമിക്കുന്നതിന് വലിയ പ്രതിഫലം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, പ്രവാചകനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരു ചൊറി കൊടുത്തു. ശരീരം മുഴുവനും ചൊറിയായി. മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം ആ ചൊറിയുടെ മേൽ ക്ഷമിച്ച് ശരീരം മുഴുവനും ചൊറിയായി. അവസാനം നാവിൽ ചൊറി വന്നപ്പോഴാണ് മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹ്, നിന്നെ സ്മരിക്കുന്ന ഒരു നാവ് എനിക്കുണ്ട്. ഈ നാവിലും കൂടി ചൊറി വന്നു കഴിഞ്ഞാൽ നിന്നെ സ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ പറഞ്ഞു തരുന്ന ആ പാഠം, ആ ചരിത്രം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ഷമയുടെ ഒരു വലിയ അധ്യായം തന്നെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. ക്ഷമയുടെ വലിയ അധ്യായമാണ്. ശരീരത്ത് ചൊറികൾ വന്ന് പല ഭാഗത്ത് ചൊറി വന്ന് പഴുത്ത് അളിഞ്ഞ് പൊട്ടുമ്പോൾ, പ്രിയപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ ഇട്ടിട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്ത് നാൽക്കാലികൾ വന്ന് തട്ടിക്കളഞ്ഞു പോകുമ്പോൾ ഒക്കെ വല്ലാതെ അങ്ങോട്ട് ക്ഷമിച്ചു. ആ ക്ഷമ നമുക്ക് വേണം. ആ ക്ഷമിക്കാൻ നമ്മൾ ഈ മാസം തയ്യാറാകണം. അങ്ങനെ ഈ മാസം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ ക്ഷമയുള്ളവരായി നമുക്ക് മാറാൻ കഴിയും. പരിശുദ്ധമാർന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു, ഇന്നഹു കാന അവ്വാബ. ഏറ്റവും കൂടുതൽ ക്ഷമിച്ച ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പരിശുദ്ധമാർന്ന ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ അധ്യായവും പഠനവും പാഠവും നമുക്ക് ഈ പരിശുദ്ധമാർന്ന റമദാൻ ഉണ്ടാകും. അള്ളാഹു ക്ഷമിക്കുന്നവർ കൂട്ടത്തിൽ നമ്മളെവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ക്ഷമിക്കാൻ, മല പോലെ വരുന്ന വിഷയങ്ങളെ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാകാൻ ഈ പരിശുദ്ധമാർന്ന റമദാൻ മാസം നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടെ അസ്സലാമു അലൈക്കും.